ഫീനിക്സ് എന്ന ഹൊറർ സിനിമയുടെ രണ്ടാമത്തെ പാട്ടിലേക്ക് പോകാം. മറിയയുടെ ദേഹത്ത് ആ പ്രേതം കൂടിയിരിക്കുകയാണ്. എല്ലാവരും അവളെ ഞെട്ടി പേടിയോടെ നോക്കുകയാണ്. മറിയ അവളുടെ കൈ നീട്ടി അവളുടെ വിരൽ ജോണിന്റെ മുമ്പിൽ വെച്ച് പിടിച്ചോടിക്കുന്നു. അത് ആ പ്രേതം ചെയ്യിക്കുന്നതാണ്. ആ പ്രേതം മറിയ കൂടുതൽ ഹേർട്ട് ആക്കുന്നതിന് മുമ്പേ തന്നെ ജോൺ അവളുടെ കൈ കയറി പിടിക്കുന്നു. ഫ്രെഡി എപ്പോഴാണ് എന്നെ കാണാൻ വരുന്നതെന്ന് ആ പ്രേതം ജോണിനോട് ചോദിക്കുന്നു. ഇന്ന് ഒരു ദിവസം കൂടെ സമയം തരണമെന്ന് ജോൺ അവളോട് ആവശ്യപ്പെടുകയാണ്. എത്രയും പെട്ടെന്ന് ഫ്രെഡിയെ ഞാൻ കണ്ടുപിടിക്കാം. മറിയ ബോധം കെട്ട് വീഴുന്നു. കാര്യങ്ങൾ കൂടുതൽ വഷളാവുകയാണ്. മറിയയുടെ കൈ വെച്ച് കെട്ടുകയാണ്. 2 ദിവസം കഴിഞ്ഞാൽ ടിറ്റോന്റെ ബ്ലഡിന്റെ റിസൾട്ട് വരും. അതുവരെ ആരും പുറത്തിറങ്ങരുതെന്ന് അവനെ നോക്കാമെന്ന് നേഴ്സ് പറയുന്നു. ആരും പുറത്തു പോരുതെന്ന് പറഞ്ഞെങ്കിലും ജോണിന് ഫ്രെഡി അന്വേഷിച്ചാലേ പറ്റുള്ളൂ. ജോണും അമീറും ആ ഫാദർ പറഞ്ഞ മാർഗരറ്റ് എന്ന് പറയുന്ന ആ ലേഡിയുടെ വീട്ടിലെത്തിയിരിക്കുകയാണ്. അവരുടെ മനസ്സമ്മതക്കുറിയിൽ ഫ്രെഡി എന്ന പേരുണ്ടായിരുന്നല്ലോ. അവിടെ എത്തിയപ്പോൾ എന്തോ ഒരു ഫംഗ്ഷൻ നടക്കുകയാണ്. ജോൺ അവിടെ പോയി ഒരാളോട് മാർഗരറ്റിനെ കുറിച്ച് അന്വേഷിക്കുന്നു. മാർഗരറ്റ് ഒരു ഡോക്ടറാണ്. അവർക്ക് ജില്ലാ മെഡിക്കൽ ഓഫീസറായി സ്ഥാനക്കയറ്റം കിട്ടിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അതിന്റെ പാർട്ടി അവിടെ നടക്കുകയാണ്. അവർ അകത്ത് ചെന്നപ്പോൾ ഡോക്ടർ മാർഗരറ്റിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്ന സമയമാണ്. അവർ ഡോക്ടർ മാർഗരറ്റിനെ കാണുന്നു. ഈ സമയം ഡോക്ടർ മാർഗരറ്റിന്റെ ഭർത്താവിനെയും വേദിയിലേക്ക് ക്ഷണിക്കുന്നുണ്ട്. പക്ഷേ അത് അവർ കരുതുന്നത് പോലെ ഫ്രെഡി അല്ല, അത് ഒരു ഡോക്ടർ രാജീവാണ്. അപ്പോൾ മാർഗരറ്റിന്റെ കല്യാണം ഫ്രെഡിയുമായി നടന്നില്ലേ? ഫ്രെഡി പിന്നെ എവിടെ പോയി? അവർ മാർഗരറ്റ് ഡോക്ടറിനെ കണ്ട് സംസാരിക്കുന്നു. ഫ്രെഡി എവിടെ പോയില്ലെന്ന് എനിക്ക് അറിയില്ലെന്ന് ഡോക്ടർ പറയുന്നു. മനസ്സമ്മതത്തിന് 2 ദിവസം മുമ്പ് ഫ്രെഡി അങ്ങോട്ടേക്ക് ഓടിപ്പോയി. പിന്നീട് ഞങ്ങൾ തമ്മിൽ കണ്ടിട്ടില്ല. അവർ ഒരു കാര്യം കൂടി ജോണിനോടും അമീറിനോടും ആവശ്യപ്പെടുന്നുണ്ട്. ഇനി ഫ്രെഡിയുടെ കാര്യം പറഞ്ഞ് തന്നെ ബുദ്ധിമുട്ടിക്കരുതെന്ന് ഡോക്ടർ മാർഗരറ്റ് പറയുന്നു. ജോണും അമീറും അവിടെ നിന്ന് തിരിച്ചു പോകുന്നു. അവർ തിരിച്ച് അമീർ ജോലി ചെയ്യുന്ന പത്രം ഓഫീസിൽ എത്തുകയാണ്. അപ്പോഴാണ് അവിടെ ജോലി ചെയ്യുന്ന ഒരു സ്റ്റാഫ് വന്ന് സാറിനെ അന്വേഷിച്ച് ഒരു കപ്പ്യാർ അങ്ങോട്ടേക്ക് വിളിച്ചിരുന്നു. റോമിൽ പോയ ഏതോ ഒരു അച്ഛൻ തിരിച്ചെത്തിയിട്ടുണ്ട്. അത് പറയാനാണ് ആ കപ്പ്യാർ വന്നതെന്ന് അയാൾ പറയുന്നു. റോമിൽ പോയ അച്ഛൻ, അത് പണ്ട് അവിടെ ഉണ്ടായിരുന്ന അച്ഛനല്ലേ? അദ്ദേഹം തിരിച്ചെത്തിയിരിക്കുന്നു. അവർക്കെന്തോ ഒരു പ്രതീക്ഷ കൈവന്ന പോലെ അവരുടെ തന്നെ അച്ഛനെ അന്വേഷിച്ച് പോകുന്നു. അവിടെ എത്തിയപ്പോഴാണ് അറിയുന്നത് ആ അച്ഛന് ബ്ലഡ് ക്യാൻസർ ആണ്. അതിന്റെ ഫൈനൽ സ്റ്റേജിലാണ് അദ്ദേഹം. അതുകൊണ്ട് തന്നെ ഒരു വല്ലാത്ത പ്രകൃതമാണ് അദ്ദേഹത്തിന്റേതെന്ന് അവിടുന്ന് അവർക്ക് അറിയാൻ കഴിഞ്ഞു. എന്തായാലും തങ്ങൾക്ക് അദ്ദേഹത്തെ കണ്ടേ പറ്റുള്ളൂ എന്ന് ജോൺ പറയുന്നു. നല്ലപോലെ പുകവലിക്കുന്ന, നല്ലപോലെ മദ്യപിക്കുന്ന ഒരു അച്ഛൻ, ഫാദർ ഫ്രാൻസിസ്. ജോണും അമീറും അദ്ദേഹത്തെ കാണുകയാണ്. തന്നെ ഉപദേശിക്കാൻ വന്നിരിക്കുന്ന ആരും ആണെന്നാണ് ഫാദർ കരുതിയത്. പക്ഷേ താൻ തുരുത്തിക്കടവിൽ നിന്നാണെന്ന് ജോൺ അച്ഛനോട് പറയുന്നു. അന്ന് ആ കോളറ പടർന്നു പിടിച്ച സമയത്ത് മരിച്ച ആളുകളെ അടക്കിയ സ്ഥലത്താണ് ഞാനിപ്പോൾ താമസിക്കുന്നതെന്ന് ജോൺ പറയുന്നു. എന്നിട്ട് അവൻ അവന്റെ കയ്യിലുള്ള ആ കത്തുകൾ എടുത്ത് അച്ഛനെ കാണിക്കുന്നു. അവൻ തന്റെ അവസ്ഥ അച്ഛനോട് പറയുകയാണ്. മുട്ടാത്ത വാതിലുകളില്ല. എന്റെ മകൾ എന്റെ കൺമുമ്പിലാണ് സഫർ ചെയ്യുന്നത്. മകന് പനി പിടിച്ചിട്ട് ദിവസങ്ങളായി. എല്ലാം ഈ കത്തുകൾ വന്നതിന് ശേഷമാണ്. എന്റെ അഹങ്കാരത്തിന് കിട്ടുന്ന ശിക്ഷയാണെന്ന് എനിക്കറിയാം. പക്ഷേ അതിന് എന്നെ ശിക്ഷിച്ചാൽ പോരെ? എന്തിനാ എന്റെ മക്കളെ ശിക്ഷിക്കുന്നതെന്ന് അവൻ ചോദിക്കുന്നു. അച്ഛൻ ആ കത്തെടുത്ത് വായിക്കുന്നു. എന്നിട്ട് അദ്ദേഹം ചിരിച്ചുകൊണ്ടൊരു പേര് പറഞ്ഞു, അന്ന റോസ് ജോർജ്. എനിക്കതറിയായിരുന്നു. ഞാൻ എല്ലാവരോടും പറഞ്ഞതാണ്. പക്ഷെ ആരും എന്നെ വിശ്വസിച്ചില്ല. ഒടുവിൽ അവൾ തിരിച്ചു വരേണ്ടി വന്നിരിക്കുന്നു എന്ന് അച്ഛൻ പറയുന്നു. അദ്ദേഹം അവരുടെ കഥ പറയാൻ ആരംഭിക്കുകയാണ്. അന്നയെ നിങ്ങൾക്കറിയില്ലല്ലോ, അവളൊരു ഏഞ്ചലായിരുന്നു എന്ന് അദ്ദേഹം പറയുന്നു. ഫ്രെഡി ഒരു പ്രണയ നിരാശ കാമുകനും. അദ്ദേഹം ആ ഓർമ്മകളിലേക്ക് പോവുകയാണ്. 70കളിലെ ഒരു ദിനം കാണിക്കുകയാണ്. അവിടുത്തെ ഒരു പ്രമാണിയുടെ മകനാണ് ഫ്രെഡി. ഇവനാണ് നമ്മുടെ കഥാനായകനായ ഫ്രെഡി. അവനെ പെണ്ണു കാണാൻ കൊണ്ടുപോയി വരികയാണ് അവന്റെ അച്ഛനും അമ്മയും. പക്ഷേ അവന് പെണ്ണിനെ ഇഷ്ടപ്പെട്ടിട്ടില്ല. അവൻ പെൺകുട്ടിയുടെ മനസ്സാണ് നോക്കുന്നത്. നിറത്തിനും സൗന്ദര്യത്തിനും കാര്യമില്ലെന്നൊക്കെ അവൻ അവരോട് പറയുന്നുണ്ട്. അവൻ PhD ചെയ്യുകയാണ്. ഒരു ദിവസം രാത്രി അവനൊരു വള്ളത്തിൽ തുഴഞ്ഞു പോവുകയാണ്. അപ്പോഴാണ് വേറൊരു വള്ളം അവിടെ കാണിക്കുന്നത്. ആ വെള്ളക്കാരൻ ഫ്രെഡിയെ വിളിക്കുന്നു. എന്നിട്ട് അതിലുള്ള 2 പേരെ അപ്പുറത്തേക്ക് ഇറക്കാമോ എന്ന് ആ വെള്ളക്കാരൻ ചോദിക്കുന്നുണ്ട്. അതിലെന്താന്ന് അവൻ പറയുന്നു. അത് ഒരു കന്യാസ്ത്രീയും വേറൊരു പെൺകുട്ടിയുമാണ്. അവൻ ആ റാന്തലിന്റെ വെട്ടത്തിൽ ആ പെൺകുട്ടിയുടെ മുഖം കാണുന്നു. കണ്ട മാത്രയിൽ തന്നെ അവൻ അവളെ ഇഷ്ടപ്പെടുകയാണ്. അവന്റെ മനസ്സിലേക്ക് അവളുടെ മുഖം കയറുന്നു. ആ സിസ്റ്റർക്ക് ഫ്രെഡിയെ അറിയാം. അവൻ അവരെ തന്റെ വള്ളത്തിൽ കയറ്റുന്നു. ഫ്രെഡിയോട് ആ സിസ്റ്റർ അവന്റെ PhD എന്ന് കഴിയുമെന്നൊക്കെ വിശേഷം തിരക്കുന്നുണ്ട്. കൂടിയുള്ള ഈ പെൺകുട്ടി ആരാണെന്ന് സിസ്റ്ററിനോട് അവൻ ചോദിക്കുന്നു. ഇത് അന്നയാണെന്ന് പറഞ്ഞ് സിസ്റ്റർ അവളെ അവന് പരിചയപ്പെടുത്തി കൊടുക്കും. പണ്ട് ഇവൾ താമസിച്ചിരുന്നത് നമ്മുടെ നാട്ടിലാണ്. പിന്നീട് ഇവൾ ഓർഫനായപ്പോൾ ഉച്ചയ്ക്ക് പോയി. അവിടെ ഒരു മഠത്തിലാണ് അവൾ വളർന്നത്. പിന്നീട് അവിടെ തന്നെ ജോലി ചെയ്തു. ഇപ്പോൾ കുറച്ച് കാശൊക്കെ ആയപ്പോൾ അവൾക്ക് നാട്ടിലേക്ക് തിരിച്ചു വരണമെന്ന് ആഗ്രഹമായി. അവൾ ഫ്രെഡിയുടെ പേര് വിളിച്ച് സംസാരിക്കുകയാണ്. ഓ, കൊച്ചിയിൽ പഠിച്ചതിന്റെ അഹങ്കാരം, വലിയ ഇംഗ്ലീഷുകാരിയാണെന്ന ഭാവം എന്നൊക്കെ പറഞ്ഞ് സിസ്റ്റർ അവളെ കളിയാക്കും. അതായിരുന്നു അവരുടെ ആദ്യത്തെ മീറ്റിംഗ്. അവന്റെ മനസ്സിൽ അവൾ കയറി കൂടുകയായിരുന്നു. ഇവളാണ് നമ്മുടെ കഥയിലെ നായിക അന്ന. അന്നയെ കാണാനായി ഫ്രെഡി അവൾ പോകുന്നിടത്തൊക്കെ വന്ന് നിൽക്കാൻ തുടങ്ങി. അവളും അവനെ ശ്രദ്ധിക്കുന്നുണ്ട്. ഫ്രെഡി ഇങ്ങനെ നടക്കുന്നതൊക്കെ നമ്മുടെ അച്ഛൻ കാണുന്നുണ്ട്. അപ്പോഴാണ് കാണിക്കുന്നത് നമ്മുടെ ജോൺ താമസിക്കുന്ന വീട്. ആ സ്ഥലത്ത് അന്ന ഒരു ഹോം സ്റ്റേക്കുള്ള വീട് പണിയുകയായിരുന്നു. അവിടെയും ഫ്രെഡി അവളെ കാണാൻ വരുന്നുണ്ട്. ഒരു ദിവസം അതുവഴി പോയ ഫ്രെഡി അവളെ 2-3 പേർ ഭീഷണിപ്പെടുത്തുന്നത് കാണുന്നു. ഇവിടെ ഹോം സ്റ്റേ നടത്താൻ തങ്ങൾ സമ്മതിക്കില്ലെന്ന് അവർ അവളോട് പറയുന്നുണ്ട്. അതിന് തനിക്ക് ആരുടെയും സമ്മതം വേണ്ടെന്ന് അവൾ തിരിച്ചു പറയുന്നു. ഇതിനിടയിലേക്ക് ഫ്രെഡി കയറി ചെല്ലുന്നു. പക്ഷെ അവരുടെ അടിയേറ്റ് ഫ്രെഡി ബോധം കെട്ട് പോകുന്നു. അവൾ അവന്റെ മുഖത്ത് വെള്ളം തെളിച്ച് ഉണർത്തുന്നുണ്ട്. അപ്പോഴേക്കും ആ ഗുണ്ടകളൊക്കെ അവിടുന്ന് പോയി. അവൾ അരിവാളെടുത്ത് വീശിയപ്പോൾ അവർ പോയെന്ന് അന്ന പറയുന്നു. ഇത് കേട്ട് ഫ്രെഡി ആകെ ചമ്മി പോവുകയാണ്. അവരുടെ മനസ്സിൽ പ്രണയം പൂവിടാൻ തുടങ്ങി. പക്ഷേ അന്നയ്ക്ക് അവന്റെ സ്നേഹത്തിനോട് സംശയമുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ദിവസം അവൻ അവളെ കാണാൻ വന്നപ്പോൾ താൻ ആരോരും ഇല്ലാത്തവളാണെന്നും സ്വന്തം കാലിൽ നിൽക്കാൻ എങ്ങനെയും ശ്രമം നടത്തുകയാണെന്നും അവൾ പറയും. തന്നെ ഉപദ്രവിക്കരുതെന്നും അവൾ അവനോട് ആവശ്യപ്പെടുന്നുണ്ട്. പക്ഷേ താൻ ഒരുപാട് ആലോചിച്ചെടുത്ത തീരുമാനമാണെന്ന് ഫ്രെഡി അവളോട് പറയുന്നു. അന്ന് റാന്തൽ വിളക്കിന്റെ വെട്ടത്തിൽ നമ്മൾ കണ്ട നിമിഷമില്ലേ, അതായിരുന്നു എന്റെ ജീവിതത്തിലെ ഏറ്റവും നല്ല നിമിഷമെന്ന് അവൻ പറയുന്നു. എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ് അന്ന
എന്ന് അവൻ പറയുന്നു. പക്ഷേ അവൾക്ക് എന്തോ ഇത് പ്രശ്നമാകുമെന്ന് തന്നെയാണ്. പ്രണയം എപ്പോഴും വേദനിക്കുമെന്ന് പറഞ്ഞ് അവൾ അകത്തേക്ക് പോകും. ഈ ഫ്രെഡി എപ്പോഴും അവളുടെ ഹോം സ്റ്റേ ഉള്ള ആ തുരുത്തിക്കടവിലേക്ക് പോകുന്നത് PhD ഡേറ്റ കളക്ഷന് വേണ്ടിയാണ്. അതുകൊണ്ടും കൂടിയാണ് അവൻ എപ്പോഴും അങ്ങോട്ടേക്ക് പോകേണ്ടി വരുന്നത്. അവൻ വിഷമത്തോടെ അവിടുന്ന് പോകുന്നു. അവൻ തിരിച്ച് വീട്ടിലെത്തി. അപ്പോഴാണ് അവൻ കാണുന്നത് അവിടുത്തെ ഹോസ്പിറ്റലിൽ തലമാറി വന്ന ഡോക്ടറും ഫാമിലിയും അവിടെ വന്നിട്ടുണ്ട്. അവന്റെ അച്ഛൻ അവനെ പരിചയപ്പെടുത്തി കൊടുക്കും. ഒരു ഡോക്ടർ തരകൻ, അദ്ദേഹത്തിന്റെ മകൾ മാർഗ്രറ്റും MBBS ചെയ്യുകയാണ്. ഇത് നമ്മൾ നേരത്തെ കണ്ട അതേ ഡോക്ടർ മാർഗ്രറ്റ് തന്നെയാണ്. അവന്റെ അമ്മ അവനോട് ഈ മാർഗ്രറ്റുമായി നിന്റെ കല്യാണം നിശ്ചയിക്കാൻ പോവുകയാണെന്ന് പറയുന്നു. അവന്റെ മനസ്സിൽ പക്ഷേ അന്നയാണല്ലോ. അതുകൊണ്ട് തന്നെ അവന് മാർഗ്രറ്റിനോട് താല്പര്യം തോന്നുന്നില്ല. ഒരു ദിവസം അവൻ അന്നയുള്ള കോൺവെന്റിന്റെ മതിൽ ചാടി കടക്കുകയാണ്. അവൻ കോണി വെച്ച് മുകളിൽ കയറി ജനാല തുറന്ന് അകത്ത് കിടക്കുന്നു. പക്ഷേ അവിടുത്തെ സിസ്റ്റർമാർ അവന് കൈയോടെ പിടികൂടി. അവന് പരിചയമുള്ള ആ സിസ്റ്റർ അവന് നല്ലപോലെ ചീത്ത പറയുന്നുണ്ട്. പക്ഷെ അന്ന അവനെ രക്ഷിക്കുകയാണ്. ഫ്രെഡി താൻ വിളിച്ച് തന്നെ കാണാനും വന്നതെന്ന് അന്ന പറയുന്നു. ഞങ്ങൾ തമ്മിൽ ഇഷ്ടത്തിലാണ്. അതോടെ അത്രയും കാലം അവൾക്ക് അഭയം നൽകിയ ആ മഠം അവളെ പുറത്താക്കി. അവിടെ അവൾക്ക് സ്ഥാനമില്ലാതായി. അന്നയും ഫ്രെഡിയും ഒരുമിച്ച് ജീവിക്കാൻ ആരംഭിച്ചു. അവളുടെ ആ പാരഡൈസ് വില്ലേജ് അവൻ അവളെയും കൂട്ടി സ്വന്തം വീട്ടിൽ ഒരു ദിവസം വന്നു. പക്ഷേ അവന്റെ അച്ഛൻ അവനെ വഴക്ക് പറഞ്ഞു വിടുകയാണ്. അവർക്കത് ഒട്ടും അംഗീകരിക്കാനായില്ല. അവൻ ആ വീട് വിട്ടിറങ്ങുന്നു. ആരുടെയും സഹായമില്ലാതെ അവർ ജീവിതം ആരംഭിച്ചു. ഒരു ദിവസം അതുവഴി പോയ അച്ഛനെ വിളിച്ച് അവർ ചായയൊക്കെ കൊടുക്കുന്നുണ്ട്. അങ്ങനെയാണ് അവരുമായി ഫ്രാൻസിസ് അച്ഛൻ കൂട്ടാവുന്നത്. സന്തോഷത്തിന്റെ ദിനങ്ങൾ. ഹോം സ്റ്റേയിലേക്ക് ആളുകൾ വന്നു തുടങ്ങി. അവർക്ക് വരുമാനവും കിട്ടുന്നുണ്ട്. ഇതിനിടയിൽ ഫ്രെഡി അവന്റെ പഠനം തുടരുന്നുണ്ട്. പക്ഷെ അപ്പോഴാണ് അന്ന് അവളുടെ ആ പാരഡൈസ് വില്ലയിലേക്ക് ഗുണ്ടകളെ അയച്ച ആള് പഞ്ചായത്ത് അധികൃതരെ കണ്ട് കൈകൂലി കൊടുത്ത് അവളുടെ ഹോം സ്റ്റേ നിർത്തിക്കുന്നതിനായി പ്രവർത്തനങ്ങൾ നടത്തുന്നത് നമ്മൾ കാണുന്നത്. അവളുടെ ആ പാരഡൈസ് വില്ലയിൽ പഞ്ചായത്ത് നോട്ടീസ് ഒട്ടിക്കുന്നു. അവിടെ അനധികൃതമായിട്ടാണ് ഗസ്റ്റുകളെ താമസിപ്പിക്കുന്നതെന്നും അത് നിയമവിരുദ്ധമാണെന്നും പറഞ്ഞ് പഞ്ചായത്ത് അവിടെ നോട്ടീസ് ഒട്ടിച്ചിരിക്കുകയാണ്. അവരുടെ വരുമാനം നിലച്ചിരിക്കും. ഫ്രെഡിക്ക് പുസ്തകം വാങ്ങാൻ പോലും കാശില്ലാതായി. അവൻ ആകെ വിഷമിച്ച് ഒരു ചായക്കടയിലിരുന്ന് ചായ കുടിക്കുകയായിരുന്നു. അങ്ങോട്ടേക്ക് അവന്റെ അച്ഛൻ ആ പുസ്തകവുമായി വന്നു. എന്നിട്ട് അവന്റെ മനസ്സിലേക്ക് അച്ഛൻ തീകോരിയിടുന്നു. നീ ഒരു എടുത്തുചാട്ടത്തിന് ഇതൊക്കെ ചെയ്താണെന്ന് അച്ഛൻ അറിയാം. അച്ഛന്റെ നല്ല പ്രായത്തിൽ ഇതിനപ്പുറം ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിൽ നിന്നെല്ലാം നമ്മൾ പാഠം ഉൾക്കൊള്ളണം. എന്നിട്ട് മാറിപ്പോകണം. നീ PhD ഒരിക്കലും നിർത്തരുത്. അമേരിക്കയിൽ പോയി പോസ്റ്റ് ഡോക്ടറേറ്റ് ചെയ്യണമെന്നത് നിന്റെ വലിയ ആഗ്രഹമായിരുന്നില്ലേ? ആ സ്വപ്നം നീ കളയരുതെന്നും അച്ഛൻ പറയുന്നു. ഫ്രെഡി ഒരു പാവമായിരുന്നുവെന്ന് അച്ഛൻ പറയുന്നു. അവനെ ആർക്ക് വേണമെങ്കിലും മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റുമായിരുന്നു. അതുപോലെ തന്നെ അച്ഛന്റെ വാക്കുകൾ അവന്റെ മനസ്സിളക്കി. പൈസ ഇല്ലാതെയൊന്നും ഫ്രെഡി ഇതുവരെ ജീവിച്ചിട്ടില്ല. അങ്ങനെയുള്ള ഒരു ജീവിതം അവന് പറ്റുമോന്നും അറിയില്ല. അന്നയുടെ കൂടെ ഇരിക്കുമ്പോൾ പോലും അവൻ വേറെന്തൊക്കെയോ ആലോചിക്കാൻ തുടങ്ങി. കാശിന്റെ കാര്യം ഓർത്തിട്ടാണോ ഇങ്ങനെ വല്ലാതിരിക്കുന്നതെന്ന് അന്നെ ചോദിക്കുന്നുണ്ട്. നമ്മുടെ ലൈസൻസിന്റെ കാര്യമൊക്കെ ഇപ്പോൾ ശരിയാകും. അതാ ബ്ലൂ ലഗൂൺ ഹോട്ടൽക്കാരൻ നമുക്കെതിരെ ഒരു പാര പണിതതല്ലേ, എല്ലാം ശരിയാവുമെന്ന് തന്നെ പറയുന്നു. പക്ഷേ ഫ്രെഡിയുടെ മനസ്സ് കൈവിട്ടു പോയിരുന്നു. ഫ്രെഡിക്ക് വയസ്സായാൽ കാണാൻ നല്ല ഭംഗിയായിരിക്കുമെന്ന് അന്ന പറയുന്നു. തലേക്ക് നരിച്ച് താടിയൊക്കെ വന്ന് അങ്ങനെ അവൾ ഒരുമിച്ച് വയസ്സാവുന്ന സ്വപ്നം കാണുകയാണ്. പക്ഷെ അവൾ വിചാരിച്ച പോലെയൊന്നും കാര്യങ്ങൾ നടന്നില്ല. അവളുടെ ലൈസൻസ് വീണ്ടും പഞ്ചായത്ത് നിരസിക്കുകയാണ്. ശരിക്കും അവർ കഷ്ടപ്പാടിലാവാൻ തുടങ്ങി. അവൻ അപ്സെറ്റ് ആവുമ്പോഴൊക്കെ അന്ന അവനെ സന്തോഷിപ്പിക്കാൻ ശ്രമിച്ചു. ചിലവിന് വേണ്ടി അവന്റെ വാച്ച് പോലും അവന് വെക്കേണ്ടി വന്നു. അത് വാങ്ങിയാൽ നിനക്ക് നിന്റെ വീട്ടിൽ പോയി നിന്റെ അച്ഛനോട് പൈസ ചോദിച്ചൂടെ എന്ന് ചോദിക്കുന്നു. മോന് ഇതിന്റെയൊക്കെ വല്ല ആവശ്യമുണ്ടോ? ഇതെല്ലാം കേട്ട് ഫ്രെഡി ആകെ തളർന്നു പോവുകയാണ്. ഹോം സ്റ്റേയിലേക്ക് ആളുകൾ വരുന്നുണ്ടെങ്കിലും അവൾക്ക് അവരെ എല്ലാം മടക്കി അയക്കേണ്ടി വന്നു. ഫ്രെഡിക്ക് ഡിസർട്ടേഷൻ സബ്മിറ്റ് ചെയ്യേണ്ട സമയമായി. മദ്രാസ് യൂണിവേഴ്സിറ്റിയിലാണ് അവന്റെ വൈവ നടക്കുന്നത്. അവൻ അങ്ങോട്ടേക്ക് പോകാൻ തയ്യാറാവുകയാണ്. അവൾ അവളുടെ കയ്യിലുള്ള പൈസ എടുത്ത് അവന്റെ ബാഗിൽ വെക്കുന്നു. അവൾ ഒരു പുഞ്ചിരിയോടെ എല്ലാ പ്രശ്നങ്ങളെയും നേരിടുകയാണ്. അവൻ അവളോട് യാത്ര പറഞ്ഞ് അവിടുന്ന് പുറപ്പെടുകയാണ്. അന്നയോട് യാത്ര പറഞ്ഞ് അവൻ 6 മാസത്തേക്ക് മദ്രാസിലേക്ക് പോയി. അവൾ അവിടെ തനിച്ചായി. അവൾ അവന് കത്തുകൾ എഴുതാൻ ആരംഭിച്ചു. റോസാപ്പൂവിന്റെ പടം വരച്ച കത്തുകൾ. അവൻ ആ കത്തുകൾ വായിക്കുന്നുണ്ട്. അവൾക്ക് മറുപടി എഴുതാൻ അവൻ തുനിയുന്നുണ്ട്. പക്ഷേ എന്തോ അവനത് വേണ്ടെന്ന് വെക്കുകയാണ്. അവൻ ആ ലോകത്തേക്ക് ഇനി തിരിച്ചു പോകാൻ ഒട്ടും മനസ്സ് വരുന്നില്ല. അവൾ വീണ്ടും വീണ്ടും കത്തുകൾ എഴുതി. പക്ഷേ അവൻ അതൊന്നും ശ്രദ്ധിക്കാതെ അവന്റെ പഠനം തുടർന്നു. ഒരു ദിവസം അവനെ കാണാൻ അച്ഛനും അമ്മയും എത്തി. കൂടെ മാർഗ്രറ്റും ഉണ്ട്. അവന്റെ താമസ സ്ഥലം കണ്ട് അവർക്കാകെ വല്ലാതാവുകയാണ്. ഒട്ടും സൗകര്യമില്ലാത്ത സ്ഥലം. അവർക്ക് അവിടെ വരേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നുവെന്ന് അച്ഛൻ അവനോട് പറയുന്നു. മാർഗ്രറ്റ് ഇവിടെയാണ് ഇപ്പോൾ MD പഠിക്കുന്നത്. ഇവളും ഇവിടെ അടുത്ത് തന്നെയാണ് താമസം. അങ്ങനെയെല്ലാം പറഞ്ഞ് അച്ഛനും അമ്മയും അവളെ അവന്റെ കൂടെ ചേർത്ത് വെക്കുകയാണ്. ഇടയ്ക്കൊക്കെ അവളെ പോയി കാണാൻ അമ്മ അവനോട് പറയും. ജീവിതത്തിൽ ആദ്യമായി ദാരിദ്ര്യം അനുഭവിച്ച അവന് അവന്റെ മനസ്സ് ചാഞ്ചാടി തുടങ്ങാൻ അധികം സമയം വേണ്ടി വന്നില്ല. അവൻ മാർഗ്രറ്റിന്റെ കമ്പനി ആസ്വദിക്കാൻ തുടങ്ങി. അവർ ഒരുമിച്ച് കറങ്ങുവാനെല്ലാം ആരംഭിച്ചു. അന്ന അപ്പോഴും അവനെയും കാത്തിരിക്കുകയാണ്. അവൾ വീണ്ടും വീണ്ടും അവന് കത്തുകൾ എഴുതി. മറുപടിയൊന്നും അവൾക്ക് കിട്ടിയതുമില്ല. അവൻ മാർഗ്രറ്റിന്റെ കൂടെ കറങ്ങി നടക്കുന്നുണ്ടെങ്കിലും അന്നയ്ക്ക് കത്തെഴുതാൻ മാത്രം അവന് സമയമുണ്ടായില്ല. അവൾ കരഞ്ഞെഴുതുന്ന ആ കത്തുകൾ അവൻ അതെല്ലാം ഒന്ന് പൊട്ടിച്ച് വായിക്കുക പോലും ചെയ്യാതെ മേശവലിപ്പിൽ ഇടുകയാണ്. അവസാനം ഒരു ദിവസം അന്നയുടെ ഹോം സ്റ്റേയുടെ തടസ്സം മാറുകയാണ്. സിസ്റ്റർ അനീറ്റ അവളുടെ കഷ്ടപ്പാടുകൾ അച്ഛനോട് പറഞ്ഞപ്പോൾ അച്ഛൻ ബിഷപ്പിനോട് പറഞ്ഞ് സഹായിക്കുകയായിരുന്നു. അങ്ങനെ വീണ്ടും അവളുടെ ജീവിതത്തിൽ പ്രതീക്ഷ എന്നോണം അവിടെ ഗസ്റ്റുകൾ വരാൻ തുടങ്ങി. അവിടെ ഫ്രെഡി മാർഗ്രറ്റിന്റെ കൂടെ ജീവിതം തുടങ്ങിയ പോലെയാണ്. അപ്പോഴും അന്നയുടെ കത്തുകൾ ഫ്രെഡിയെ തേടി മുടക്കമില്ലാതെ എത്തിക്കൊണ്ടിരുന്നു. അവന്റെ ഒരു വിവരവും അറിയാതെ അന്ന ആകെ സങ്കടത്തിലാവുകയാണ്. തുരുത്തിക്കടവിൽ കോളറ പടർന്നു പിടിക്കുകയാണ്. ആശുപത്രിയിൽ രോഗികൾ നിറയുന്നു. മാർഗ്രറ്റിന്റെ അച്ഛൻ ഡോക്ടർ തരകനാണ് എല്ലാവരെയും നോക്കുന്നത്. ആ മഹാമാരി ആ നാടിന് കീഴടക്കി കഴിഞ്ഞു. മരണസംഖ്യ കൂടിക്കൂടി വരുന്നു. ആളുകൾ നിന്ന നിൽപ്പിൽ മരിച്ചു വീഴാൻ തുടങ്ങി. സെമിത്തേരിയിൽ സ്ഥലമില്ലാതായി. ഈ വിവരങ്ങളെല്ലാം അന്ന ഫ്രെഡിക്ക് എഴുതുകയാണ്. നമ്മുടെ അതിഥികളിൽ ഒരാൾക്കും പനി തുടങ്ങിയെന്ന്
അന്ന എഴുതുന്നു, നീ ഇങ്ങോട്ട് വരണ്ട, നീ അടുത്ത നഗരത്തിൽ എവിടെയെങ്കിലും വന്ന് പള്ളിയിലേക്ക് ഒരു ഫോൺ ചെയ്താൽ മതി, ഞാൻ അങ്ങോട്ടേക്ക് വരാമെന്ന് അവൾ എഴുതുന്നു. നമുക്ക് വീണ്ടും ജീവിതം ആരംഭിക്കാം. അവൾ പ്രതീക്ഷയോടെ അവൻ എഴുതുകയാണ്. നീ എന്താ എനിക്ക് മറുപടി എഴുതാത്തതെന്നും അവൾ ചോദിക്കുന്നു. അവൾ ആ കത്ത് പോസ്റ്റ് ചെയ്യുകയാണ്. അപ്പോൾ അതുവഴി കുറെ മൃതദേഹങ്ങളുമായി ആളുകൾ പോകുന്നത് അവൾ കാണുന്നു. ആ മൃതദേഹങ്ങൾ ആളുടെ വീടിന് തൊട്ടടുത്താണ് കൊണ്ടുപോയി സംസ്കരിക്കുന്നത്. പള്ളി സെമിത്തേരിയിൽ സ്ഥലമില്ലാതായിരിക്കും. ഈ സമയം അച്ഛൻ പറയുന്നത് കേൾക്കാം. പണ്ട് അമേരിക്കയിലും മറ്റുള്ള പോലുള്ള മഹാമാരികൾ പടർന്നു പിടിക്കുമ്പോൾ പല മനുഷ്യരും മരിച്ചിട്ടില്ലായിരുന്നു. മരിച്ചുപോയി എന്ന് തെറ്റിദ്ധരിക്കപ്പെട്ട് അവരെ അടക്കാറുണ്ടായിരുന്നു. അവരുടെ പൾസ് ആണ് മരിച്ചതായി തോന്നുന്നതാണ്. അതുകൊണ്ട് തന്നെ അവിടേക്ക് പിന്നെ അടക്കുമ്പോൾ ഒരു മണിയും അവിടെ കെട്ടിത്തൂക്കുമായിരുന്നു. അതിന്റെ കയർ ആ ശവപ്പെട്ടിയിൽ അവർക്ക് എങ്ങാനും പെട്ടിയിൽ കിടന്ന് ജീവൻ വെക്കുകയാണെങ്കിൽ അവർ ആ മണിയടിക്കും. അങ്ങനെ അവരെ രക്ഷപ്പെടുത്താനായിരുന്നു അത്. ആ മണിയടിക്കുകയാണെങ്കിൽ ശവപ്പറമ്പിന്റെ കാവൽക്കാർ ആളുകളെയും കൂട്ടി വന്ന് ആ കുഴി തോണ്ടി ആളെ പുറത്തെടുക്കണം. ഈ സമ്പ്രദായം അച്ഛൻ ഇവിടെ പരീക്ഷിക്കാൻ തീരുമാനിച്ചു. തരകൻ ഡോക്ടറും മനസ്സിലാ അത് സമ്മതിച്ചു. അച്ഛൻ ശവപ്പെട്ടികളുടെ പുറത്ത് മണികൾ തൂക്കാൻ ആരംഭിച്ചു. അന്നയെ എഴുതി വെറുതെ വിട്ടില്ല. അവൾക്കും ലക്ഷണങ്ങൾ ആരംഭിച്ചു. അവൾക്ക് കൂട്ടായി ഉണ്ടായിരുന്ന ആ പക്ഷി അവിടെ ചത്തു കിടക്കുന്നത് അവൾ കാണുന്നു. അവൾ ബോധം കെട്ട് വീഴുന്നു. അവളെ ആരൊക്കെയോ ആശുപത്രിയിലാക്കി. ഇതറിഞ്ഞ് ഫ്രെഡി ഓടിയെത്തുന്നുണ്ട്. അവിടെ അവന്റെ അച്ഛനുമുണ്ട്. അവർ തരകൻ ഡോക്ടറെ പോയി കാണുന്നു. അന്ന മരിച്ചുപോയി എന്ന് ഡോക്ടർ പറയുന്നു. അന്ന് രാത്രി തന്നെ അവളെ അടക്കാൻ തീരുമാനമായി. അവളെ നഷ്ടപ്പെട്ടെന്നറിഞ്ഞ ഫ്രെഡി വേദനയോടെ അവളുടെ അരികിലേക്ക് ചെല്ലുന്നു. നേഴ്സ് അവനോട് അടുത്തേക്ക് പോകേണ്ട, പകരുമെന്ന് പറയുന്നുണ്ട്. പക്ഷെ അവൾ മരിച്ചപ്പോഴാണ് തനിക്ക് നഷ്ടപ്പെട്ടത് എന്താണെന്ന് അവൻ മനസ്സിലാക്കുന്നത്. അവൻ അവളുടെ നെറ്റിയിൽ ഉമ്മ വെക്കും. അവന് കുറ്റബോധം തോന്നുന്നു. അവളുടെ ഒരു കത്തിന് പോലും അവൻ മറുപടി അയച്ചില്ല. അവന്റെ കത്തുകൾ കാത്തിരുന്ന് അവൾ മരിച്ചുപോയിരിക്കും. അവൻ അവിടെ നിന്ന് വേദനയോടെ തിരിച്ചു നടക്കുകയാണ്. അപ്പോഴാണ് കാണിക്കുന്നത് അന്നയുടെ കണ്ണിൽ നിന്ന് കണ്ണുനീര് ഒഴുകുന്നുണ്ട്. അവൾ മരിച്ചിട്ടില്ല. ഫ്രെഡി വന്നപ്പോൾ അവൾക്ക് ജീവൻ വെച്ച പോലെ. അവളുടെ അനക്കം നഴ്സ് കാണുന്നുണ്ട്. നഴ്സ് അത് പോയി തരകൻ ഡോക്ടറോട് പറയുന്നു. പക്ഷേ ഫ്രെഡിയുടെ അച്ഛൻ തരകൻ ഡോക്ടറോട് തന്നെ രക്ഷിക്കണമെന്ന് പറയുന്നു. അവൻ ഈ ചെയ്തതിനെല്ലാം ഞാൻ ഈ നാട്ടിൽ നാണം കെട്ടിരിക്കുകയാണ്. ഇപ്പോഴാണ് അതിൽ നിന്നൊന്ന് കരകയറാൻ ഒരു അവസരം വന്നിരിക്കുന്നത്. ഡോക്ടറാണ് എന്റെ സ്ഥാനത്തെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നുവെന്ന് ഫ്രെഡിയുടെ അച്ഛൻ ഡോക്ടറോട് ചോദിക്കുന്നു. എനിക്ക് സഭയിലൊന്നും തല പൊക്കാതായി, എന്നെ രക്ഷിക്കണമെന്ന് അയാൾ ഡോക്ടറുടെ കാല് പിടിക്കുന്നു. അവൾ കുറച്ചു കഴിയുമ്പോൾ എന്തായാലും മരിക്കുമെന്ന് ഡോക്ടർ തരകൻ പറയുന്നു. പക്ഷെ ആ സമയം ഫ്രെഡി വന്ന് നമുക്ക് ആംബുലൻസിൽ അവളെ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകാമെന്ന് പറയുന്നു. അവൻ അവളെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തണമെന്നാണ്. പക്ഷെ ഫ്രെഡിയുടെ അച്ഛനും ഡോക്ടറും അത് സമ്മതിക്കുന്നില്ല. അവൾക്കിപ്പോൾ വന്നിരിക്കുന്നത് ഒരു നിമിഷത്തേക്കുള്ള റെസ്പോൺസ് മാത്രമാണെന്ന് ഡോക്ടർ അവനോട് പറയും. അവനെ അവർ കൺവിൻസ് ചെയ്യുകയാണ്. ഇപ്പോൾ അവളുടെ ജീവൻ പിടിച്ചു നിർത്താനുള്ള ജീവൻ രക്ഷാ ഉപകരണങ്ങളൊന്നും നമ്മുടെ കയ്യിലില്ല. ഇപ്പോൾ ഒരു ആംബുലൻസ് വിളിച്ച് അവളെ മാറ്റിയാലും കൂടെ യാത്ര ചെയ്യുന്നവർക്ക് അത് പകരും. കൂടാതെ ടൗണിലെ ഹോസ്പിറ്റലുകളെല്ലാം രോഗികളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. നമുക്കിപ്പോ ഒന്നും ചെയ്യാനില്ലെന്ന് ഡോക്ടർ പറയുന്നു. ഫ്രെഡിയുടെ അച്ഛന് സമാധാനമാവുന്നുണ്ട്. ഫ്രെഡി ആകെ നിസ്സഹായനാവുകയാണ്. അവൻ അവളുടെ അടുത്ത് തിരിച്ചെത്തുന്നു. അവൾ പണ്ട് പറഞ്ഞൊരു കാര്യം അവൻ ഓർക്കുകയാണ്. ചില ബന്ധങ്ങൾ സ്പെഷ്യൽ ആവുന്നത് എങ്ങനെ അറിയാമോ ഫ്രെഡി എന്ന് അവൾ ചോദിക്കുന്നു. ചിലർ നമ്മുടെ ജീവിതകാലം മുഴുവനും ഉണ്ടാകും. മറ്റു ചിലർ നമ്മുടെ കൂടെ ചില എക്സ്ട്രാ മൈൽസ് കൂടെ വരാൻ തയ്യാറാകും. അങ്ങനെയുള്ള ബന്ധങ്ങളാണ് സ്പെഷ്യൽ എന്ന് അവൾ പറയുന്നു. അങ്ങനെ നീ എന്റെ കൂടെ എക്സ്ട്രാ മൈൽ കൂടെ വരാമോ എന്ന് അവൾ അവനോട് ചോദിക്കുന്നു. 1 മൈലല്ല, 1000 മൈൽ കൂടെ വരാമെന്ന് ഫ്രെഡി അവൾക്ക് പ്രോമിസ് കൊടുത്തു. ഫ്രെഡി പക്ഷെ അതൊന്നും പാലിച്ചില്ല. അവളുടെ കൂടെ 1 മൈൽ പോലും പോകാൻ തയ്യാറായില്ല. പോയിരുന്നെങ്കിൽ അവൾ രക്ഷപ്പെട്ടേ. അവളുടെ ശവസംസ്കാരം അച്ഛന്റെ നേതൃത്വത്തിൽ നടക്കുകയാണ്. അപ്പോഴാണ് ഒരാൾ വന്ന് അച്ഛനോട് സഭയിൽ അവളെ ഇവിടെ അടക്കുന്നതിൽ പ്രശ്നമുണ്ടെന്ന് പറയുന്നത്. അവൾ സഭയെ തിരിച്ചു പോയതല്ലേ, അതുകൊണ്ട് ഇവിടെ അടക്കേണ്ടതാണ് അവർ പറയുന്നതെന്ന് പറയുന്നു. അപ്പോഴാണ് അച്ഛൻ അവളുടെ മണ്ണിൽ തന്നെ അവളെ അടക്കാൻ തീരുമാനമെടുക്കുന്നത്. അവളുടെ വീടിന് മുന്നിൽ തന്നെ അച്ഛൻ അവളെ അടക്കുന്നു. ആ മണി കെട്ടി തൂക്കാനും അച്ഛൻ മറന്നില്ല. റെഡിയാക്കി ദുഃഖിതനായി അവന്റെ വീട്ടിൽ നിൽക്കുകയാണ്. ഈ സമയം നല്ല മഴ പെയ്യുന്നുണ്ട്. ദുഃഖിതനായി നിൽക്കുന്ന ഫ്രെഡിയുടെ അടുത്തേക്ക് മാർഗരറ്റ് വരുന്നു. ഈ സമയം അന്നയുടെ പെട്ടിയിലേക്ക് വെള്ളം കയറുകയാണ്. പെട്ടെന്ന് അന്നയ്ക്ക് ബോധം വരും. അവൾ മരിച്ചിട്ടില്ലായിരുന്നു. അവളുടെ കയ്യിൽ കെട്ടിയ കയർ പിടിച്ച് അവൾ വലിക്കുന്നുണ്ട്. പുറത്തേക്ക് മണി അടിക്കുന്നുണ്ട്. മഴ കനത്ത് പെയ്യുകയാണ്. ആകെ നിസ്സഹായ അവൾ ജീവന് വേണ്ടി പിടയുകയാണ്. ആ മണി നിർത്താതെ അടിക്കുകയാണ്. മഴയത്തും ആ ശബ്ദം കേട്ട് ആ ശവപ്പറമ്പിന്റെ കാവൽക്കാരൻ അതെത്തി നോക്കുന്നുണ്ട്. പക്ഷെ അപ്പോഴേക്കും അവൾ വെള്ളത്തിൽ മുങ്ങിപ്പോയിരുന്നു. അവൾ മരിച്ചു പോകുന്നു. അവളുടെ മണിയൊച്ചി അവിടെ നിൽക്കുന്നു. അയാൾ അത് കേൾക്കുന്നുണ്ടെങ്കിലും പോയി നോക്കാൻ തയ്യാറാവുന്നില്ല. മാർഗരറ്റ് അടുത്ത് വന്ന് നിൽക്കുന്നുണ്ടെങ്കിലും ഫ്രെഡിക്ക് അന്നയെ കുറിച്ചുള്ള ചിന്തകൾ വരികയാണ്. പിറ്റേ ദിവസം രാവിലെ തന്നെ കാവൽക്കാരൻ പോയി അച്ഛനോട് കാര്യം പറയും. ആ കല്ലറയിൽ നിന്നും മണിയൊച്ച കേട്ടിരുന്നു. ഉടൻ തന്നെ അച്ഛൻ ഹോസ്പിറ്റലിലേക്ക് വിളിച്ചു. പക്ഷെ അവിടെ ഉണ്ടായിരുന്ന ജൂനിയർ ഡോക്ടർ ഒരിക്കലും അന്നയ്ക്ക് ജീവൻ ഉണ്ടാകാൻ ചാൻസ് ഇല്ലായിരുന്നു എന്ന് പറയും. ഈ മണികെട്ടലൊക്കെ അച്ഛന്റെ ഭ്രാന്താണെന്നാണ് അവരെല്ലാം വിശ്വസിച്ചിരുന്നത്. പിറ്റേ ദിവസം അവൾ അതിൽ കിടന്ന് അവലെ മരിച്ചു എന്ന പ്രാർത്ഥനയോടെ അച്ഛൻ പെട്ടി തുറക്കുകയാണ്. അതിൽ നോക്കി അച്ഛൻ അവളുടെ വിരൽപ്പാടുകൾ അതിൽ കാണുന്നു. രക്ഷപ്പെടാൻ വേണ്ടി അവൾ ആ പെട്ടിയിൽ മാന്തിയിട്ടുണ്ട്. അത് കണ്ടതും അതിൽ കിടന്നാണ് അവൾ മരിച്ചതെന്ന് അച്ഛന് മനസ്സിലാവും. ഇതായിരുന്നു അന്നയുടെയും ഫ്രെഡിയുടെയും കഥ എന്ന് അച്ഛൻ പറയുന്നു. അന്ന സ്നേഹിച്ച പോലെ ഫ്രെഡിക്ക് തിരിച്ച് സ്നേഹിക്കാൻ കഴിഞ്ഞിരുന്നു എന്ന് അറിയില്ലെന്ന് അച്ഛൻ പറയുന്നു. ഫ്രെഡി ആ മാർഗരറ്റിനെ കല്യാണം കഴിച്ചിട്ടുണ്ടാകുമെന്നാണ് താൻ കരുതിയതെന്ന് അച്ഛൻ പറയുന്നു. ചിലപ്പോൾ അന്നയോട് ചെയ്തതിനെല്ലാം അവന് റിഗ്രറ്റ് തോന്നിയിട്ടുണ്ടാകാം. അതായിരിക്കും അവൻ ആ വിവാഹം വേണ്ടെന്ന് വെച്ച് അച്ഛൻ അവരുടെ കഥ പറഞ്ഞ് നിർത്തുകയാണ്. ഫ്രെഡി ഇപ്പോൾ എവിടെ ഉണ്ടാകുമെന്ന് ജോൺ അച്ഛനോട് ചോദിക്കുന്നു. ഞാൻ പിന്നെ ഫ്രെഡിയെ കണ്ടിട്ടില്ല. അയാളുടെ പഴയ വിലാസം ഞാൻ അന്വേഷിച്ച് തരാമെന്ന് അച്ഛൻ അവരോട് പറയും. അച്ഛൻ കൊടുത്ത ഫ്രെഡിയുടെ അഡ്രസ് ജോണും അമീറും എത്തുന്നു. അവിടെ വാതിൽ തുറന്നത് അവന്റെ അമ്മയാണ്. ഫ്രെഡിയുടെ അച്ഛൻ മരിച്ചു പോയിട്ട് 5 വർഷമായിരിക്കുന്നു. ഫ്രെഡി എവിടെയെന്ന് ആ അമ്മയോട് അവർ തിരക്കുന്നു. ഫ്രെഡി ഇവിടെയല്ല താമസമെന്നും അവൻ ഞങ്ങളെ കുറിച്ച് അന്വേഷിക്കാറില്ലെന്നും ആ അമ്മ അവരോട് പറയുന്നു. അവൻ കുറേ വർഷങ്ങളായി ഇങ്ങോട്ടേക്ക് വന്നിട്ട് അവന്റെ അച്ഛൻ മരിച്ചപ്പോൾ ഒന്ന് വന്നിട്ട് പോയതാണ്. അപ്പോൾ അവന് വീടുമായി ബന്ധമില്ലെന്ന് അവർക്ക് മനസ്സിലായി. ഇപ്പോൾ നിങ്ങൾ എന്തിനാ ഫ്രെഡിയെ അന്വേഷിക്കുന്നതെന്ന് ആ അമ്മ അവരോട് ചോദിക്കുന്നു. ഇത് ഫ്രെഡിക്ക് അന്ന എഴുതിയ കത്തുകളാണെന്ന് പറഞ്ഞ് ആ കത്തുകൾ ജോൺ ആ അമ്മയെ ഏൽപ്പിക്കുന്നു. അന്നയുടെ പേര് കേട്ടതും ആ അമ്മ ഞെട്ടുന്നുണ്ട്. അന്നയെ പെട്ടെന്ന് മറക്കാൻ ചാൻസ് ഇല്ലല്ലോ എന്ന് ജോൺ
ചോദിക്കുന്നു. ഇനി ഇത് ചിലപ്പോൾ തരാൻ ഞാനും എന്റെ കുടുംബവും ഉണ്ടാവുമോ എന്ന് അറിയില്ലെന്ന് ജോൺ പറയുന്നു. ആ അമ്മ ഞെട്ടി അവനെ നോക്കുന്നു. അന്ന ഇപ്പോഴും ഫ്രെഡിയെ കാത്തിരിക്കുകയാണ്. അവർ ഒരുമിച്ച് താമസിച്ചാ പറ്റുമെങ്കിൽ ഇത് ഫ്രെഡിയോടൊന്ന് പറയണമെന്ന് പറഞ്ഞ് ജോണും അമീറും അവിടുന്ന് പോകുന്നു. അവർക്ക് പ്രതീക്ഷ നഷ്ടപ്പെട്ട പോലെയാണ്. ഫ്രെഡിക്ക് ആ വീടുമായി ബന്ധമൊന്നുമില്ലല്ലോ. അവർ തിരിച്ച് ജോണിന്റെ ആ വീട്ടിലെത്തി. രാത്രിയാണ്. അമീർ അവന്റെ കൂടെ ആ വീട്ടിൽ നിൽക്കാൻ തയ്യാറാണ്. നീയും കൂടി ഈ പ്രശ്നത്തിലേക്ക് വരണ്ടെന്ന് ജോൺ അവനോട് പറയുന്നു. അമീറിന്റെ വൈഫിന്റെ ഡിസ്ചാർജ് നാളെയാണ്. ജോൺ അവനെ നിർബന്ധിച്ച് പറഞ്ഞു വിടുകയാണ്. ശരിക്കും ഫ്രെഡിയുടെ ജീവിതത്തിൽ എന്താണ് നടന്നതെന്ന് അറിഞ്ഞാൽ അന്ന എങ്ങനെയായിരിക്കും പ്രതികരിക്കുന്നതെന്ന് അമീർ ജോണിനോട് ചോദിക്കുന്നു. മാർഗരറ്റിന്റെ കാര്യമൊക്കെ അന്ന അറിഞ്ഞാലുള്ള കാര്യമാണ് അമീർ ഉദ്ദേശിക്കുന്നത്. അമീർ അവിടുന്ന് പോകുന്നു. ജോൺ വീട്ടിലേക്ക് കയറി ചെല്ലുകയാണ്. ഫ്രെഡി വന്നിട്ടില്ലെന്ന് ഡെയ്സിക്ക് മനസ്സിലാവുന്നു. മരിയയുടെ ദേഹത്ത് കയറിയ അന്ന മുറിയിൽ അവനെ കാത്തിരിക്കുകയാണ്. ഇനി എന്ത് ചെയ്യുമെന്ന് അവർക്കറിയില്ല. പെട്ടെന്ന് ഡെയ്സി ഫ്രെഡി അടുത്ത ആഴ്ച വരുമെന്ന് പറഞ്ഞില്ലേ എന്ന് ജോണിനോട് ചോദിക്കുന്നു. അന്നയെ ശാന്തയാകുകയാണ് ഡെയ്സിയുടെ ലക്ഷ്യം. ജോൺ പതിയെ അന്ന ഇരിക്കുന്ന റൂമിലേക്ക് ചെല്ലുന്നു. ജോൺ എന്റെ ഫ്രെഡി എവിടെയെന്ന് അന്ന അവനോട് ചോദിക്കുകയാണ്. അവൾ അവനെ നോക്കുന്നില്ല. പക്ഷേ ജനലിലൂടെ പുറത്തായി കുറെ പ്രേതങ്ങൾ നിൽക്കുന്നതായി നമുക്ക് കാണാം. അവർ അവനെ തന്നെ നോക്കി നിൽക്കുകയാണ്. ഞാനിവിടെ ഉണ്ടെന്ന് അറിഞ്ഞ നിമിഷം ഫ്രെഡി എന്നെ തേടി വരുമെന്ന് അന്ന അവനോട് പറയും. വളരെ ഭയാനകമായൊരു ശബ്ദം അവിടെ എങ്ങും കേൾക്കും. ഫ്രെഡി എപ്പോ വരുമെന്ന് അവൾ വീണ്ടും വീണ്ടും ചോദിക്കുകയാണ്. അവസാനം സഹി കെട്ട് അവൻ നിന്നെ കാണാൻ വരില്ലെന്ന് ജോൺ അവളോട് പറയുന്നു. അവൻ വേറൊരു പെണ്ണിന്റെ കൂടെ അന്നേ പോയി എന്ന് അവൻ പറയുന്നു. കേട്ടതും അന്ന ഇരിക്കുന്ന ചെയർ തിരികെ അന്ന രൂക്ഷമായി ജോണിനെ നോക്കുന്നു. ആ ചെയർ അവരുടെ അടുത്തേക്ക് നീങ്ങി വരികയാണ്. അന്ന ചാടി വന്ന് ജോണിനെയും ഡെയ്സിയെയും കഴുത്തിൽ പിടിച്ച് പൊക്കുന്നു. അവർ ശ്വാസം കിട്ടാതെ പിടയുകയാണ്. ലിഡിയ അച്ഛനെയും അമ്മയും വിളിച്ച് കരയുന്നുണ്ട്. അന്നയുടെ കാലുകളും നിലത്തുറച്ചിട്ടില്ല. മരിയയുടെ ദേഹത്തുള്ള അന്ന അവരെ ശക്തിയോടെ കഴുത്തിൽ പിടിച്ച് പൊക്കി നിർത്തിയിരിക്കുകയാണ്. അന്ന താൻ കേട്ടതെന്താന്ന് വിശ്വസിക്കാൻ ഒരുക്കമല്ല. നീ എന്താ പറഞ്ഞത്? അവൻ എന്നെ വേണ്ടെന്നു. അവൻ വേറൊരു പെണ്ണിന് വേണ്ടി എന്നെ ഉപേക്ഷിച്ച് പോയെന്നു. അവിടെ ടിറ്റോ ഉറങ്ങുകയാണ്. പക്ഷേ അവനാകെ അസ്വസ്ഥനാവുന്നു. അവൻ അച്ഛനെ വിളിക്കുന്നുണ്ട്. അവരെല്ലാരും കൂടെ എന്നെ എടുത്തോണ്ട് പോകാൻ വരുന്നു എന്ന് അവൻ പറയുന്നു. ആ പുറത്ത് നിൽക്കുന്ന പ്രേതങ്ങളുടെ കാര്യമാണ് അവൻ പറയുന്നത്. അവിടുത്തെ തറ പൊളിയുന്നു. അതിലൂടെ ഒരു കൈ പുറത്തേക്ക് വരികയാണ്. ജോൺ നിസ്സഹായതയോടെ അത് നോക്കുകയാണ്. ഡെയ്സിക്കും ജോണിനും ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ല. ടിറ്റോ കൈക്ക് നേരെ കൈ നീട്ടും. അതവനെ കൊണ്ടുപോകാൻ പോവുകയാണ്. ജോൺ ടിറ്റോ എന്ന് വിളിക്കുന്നുണ്ട്. പെട്ടെന്ന് അവിടെ കോളിംഗ് ബെൽ അടിക്കുന്നു. ആ ശബ്ദം കേട്ടതും അന്ന ജോണിനെയും ഡെയ്സിയെയും താഴെയിടുന്നു. ആ കൈയും അവിടുന്ന് അപ്രത്യക്ഷമാവുകയാണ്. അന്ന എന്തോ ചിന്തിക്കുകയാണ്. ജോൺ പേടിയോടെ പോയി വാതിൽ തുറക്കുന്നു. അവിടെ പുറത്ത് ഫ്രെഡിയാണ് നിൽക്കുന്നത്. ആരാണെന്ന് ജോൺ ചോദിക്കുന്നു. ഫ്രെഡിയാണെന്ന് അവൻ പറയുന്നു. ആ പേര് കേട്ടതും അന്നയുടെ മുഖത്ത് സന്തോഷം വരികയാണ്. ഫ്രെഡി അകത്തേക്ക് വരുന്നു. നല്ല മഴ പെയ്യുന്നുണ്ട്. അവൻ അന്നയെ തിരയുകയാണ്. മരിയ ഫ്രെഡിയെ വിളിക്കുന്നു. മരിയയുടെ ദേഹത്താണ് അന്ന എന്ന് അവന് മനസ്സിലാവുന്നു. അവളുടെ മുഖത്ത് അവനോടുള്ള സ്നേഹം കാണാം. ഇത്രയും വർഷം കഴിഞ്ഞ് അവനെ കണ്ട സന്തോഷം. മരിയാണ് സംസാരിക്കുന്നെങ്കിലും അവൾക്ക് അന്നയുടെ ശബ്ദമാണ്. അവളുടെ ശബ്ദം കേട്ടതും ഫ്രെഡി സന്തോഷത്തോടെ അവളെ നോക്കുന്നു. നീ നരച്ചല്ലോ എന്ന് അന്ന അവനോട് പറയുന്നു. ഞാൻ നിന്നോട് അന്നേ പറഞ്ഞതല്ലേ, നരച്ചാൽ നിന്നെ കാണാൻ നല്ല ഭംഗിയായിരിക്കുമെന്ന്. നീ ഡ്രസ്സിങ്ങിലൊക്കെ ഇത്ര കെയർലെസ് ആയോ എന്ന് അവൾ ചോദിക്കുന്നു. അവനൊന്നും ഞെട്ടിപ്പോകുന്നുണ്ട്. അവൻ പണ്ട് നല്ല വേഷത്തിൽ നടന്നവരാണ്. അവൻ കരഞ്ഞുകൊണ്ട് അവളുടെ അടുത്തിരിക്കുന്നു. ജോണും ഡെയ്സിയും ഇത് കണ്ടോണ്ട് നിൽക്കുകയാണ്. അപ്പോഴാണ് അന്ന ഫ്രെഡിയോട് ചോദിക്കുന്നത്. ഇവർ എന്നോട് പറഞ്ഞു ഫ്രെഡി നിനക്ക് എന്നെ വേണ്ട എന്നും നീ ഒരു വേറെ പെണ്ണിന്റെ കൂടെ പോയി. അത് കേട്ടതും ഫ്രെഡി ഞെട്ടി അവളെ നോക്കി കരയുകയാണ്. നീ എന്നെ വേണ്ടാന്ന് വെച്ച് പോയതില്ലെന്ന് അവരോട് പറയാൻ അവൾ ഫ്രെഡിയോട് ആവശ്യപ്പെടുന്നു. പക്ഷേ അവൻ അവളുടെ കൈ പിടിച്ച് മാപ്പ് ചോദിക്കുകയാണ്. നീ എന്നോട് ക്ഷമിക്കണം, എനിക്ക് പറ്റിപ്പോയെന്ന് അവൻ കരഞ്ഞുകൊണ്ട് അവളോട് പറയുന്നു. അത് കേട്ടതും അന്ന തകർത്തു പോകുന്നു. എല്ലാം എന്റെ തെറ്റാണ്, എന്നോട് ക്ഷമിക്കാനും അവൻ പറയുന്നു. പക്ഷേ അത് കേട്ടതും അവളാകെ മാറിപ്പോവുകയാണ്. അവളുടെ ആ മാറ്റം അവന് മനസ്സിലാവുന്നു. അവൾ അവിടുന്ന് പതിയെ പുറകോട്ട് പോകുന്നു. അവൾക്ക് കേട്ടത് വിശ്വസിക്കാനായിട്ടില്ല. തന്റെ ഫ്രെഡി വേറൊരു പെണ്ണിന് വേണ്ടി തന്നെ വിട്ടു പോയെന്നു. അവൻ എത്ര കരഞ്ഞ് കാല് പിടിച്ചിട്ടും അവളത് പിന്നെ കേൾക്കാൻ നിന്നില്ല. മരിയ ബോധം കെട്ട് വീഴുന്നു. അവളുടെ ദേഹത്ത് നിന്ന് അന്ന പോയിരിക്കുകയാണ്. ജോണും ഡെയ്സിയും ഓടി വന്ന് മരിയയെ വിളിക്കുന്നു. ഫ്രെഡി അന്ന അന്ന എന്ന് അവിടുന്ന് വിളിക്കുന്നുണ്ട്. പുറത്ത് അപ്പോഴും നല്ല മഴ പെയ്യുന്നുണ്ട്. ഫ്രെഡി മരിയയുടെ മുഖത്ത് പിടിച്ച് അന്ന കണ്ണു തുറക്കുക എന്ന് പറയുന്നു. അവൾ പതിയെ കണ്ണു തുറക്കുന്നുണ്ട്. പക്ഷെ ഫ്രെഡിയെ കണ്ടിട്ട് അവൾക്ക് മനസ്സിലാവുന്നില്ല. അന്ന അവളുടെ ദേഹത്തു നിന്നും പോയിരിക്കുന്നു. ഇതിപ്പോൾ മരിയയാണ്. ജോണിനും ഡെയ്സിക്കും സന്തോഷമായി. പക്ഷെ ഫ്രെഡിക്ക് അന്ന പോയി എന്ന് മനസ്സിലായി. മരിയ ജോണിനെ പപ്പ എന്ന് വിളിക്കുന്നു. അവർ സന്തോഷം കൊണ്ട് അവളെ കെട്ടിപ്പിടിക്കുന്നു. പക്ഷെ ഫ്രെഡി തന്റെ അന്ന എവിടെ പോയെന്നറിയാതെ ആകെ തകർന്നു പോകുന്നു. അന്ന തന്നോട് പിണങ്ങിയാണ് പോയിരിക്കുന്നത്. ഇനി അവളെ ഒരിക്കലും കാണാൻ കഴിയില്ലേ. 3 മാസങ്ങൾക്ക് ശേഷം ജോണും അമീറും ഒരു സ്ഥലത്ത് നിന്ന് ചായ കുടിക്കുകയാണ്. അവർ അന്നത്തെ ആ കാര്യങ്ങൾ ഓർത്തെടുക്കുകയാണ്. ഇതൊക്കെ ആരോടെങ്കിലും പറഞ്ഞ് വിശ്വസിക്കുമെന്ന് അമീർ ചോദിക്കുന്നു. എക്സ്പീരിയൻസ് ചെയ്തവർക്കല്ലേ അറിയുള്ളൂ എന്ന് ജോൺ പറയുന്നു. അവർ ആ വീട് മാറിക്കഴിഞ്ഞു. മരിയയ്ക്ക് പിന്നെ കുഴപ്പമൊന്നുമില്ല എന്ന് ജോൺ പറയുന്നു. ഫ്രെഡി ഇപ്പോൾ എങ്ങനെ ഇരിക്കുന്നു എന്ന് അമീർ ചോദിക്കുന്നു. ഫ്രെഡി ആ വീട്ടിൽ തന്നെ താമസം തുടങ്ങിയെന്ന് കേട്ടുവെന്ന് ജോൺ പറയുന്നു. അന്ന എന്ത് ശിക്ഷയായിരിക്കും ഫ്രെഡിക്ക് കൊടുക്കുക എന്ന് അമീർ ചോദിക്കുന്നു. അപ്പോഴാണ് കാണിക്കുന്നത് ഫ്രെഡി അവരുടെ ആ പഴയ വീട്ടിൽ താമസിക്കുകയാണ്. അവനൊരു ഭ്രാന്തനെ പോലെ ആയിട്ടുണ്ട്. എന്നും അവൻ അന്നയ്ക്ക് വേണ്ടിയുള്ള കത്ത് വെയിറ്റ് ചെയ്യുകയാണ്. അവൻ പോസ്റ്റ്മാനെ വരെ പിടിച്ചു നിർത്തുകയാണ്. പക്ഷേ അന്നത്തോടെ അവനുള്ള കത്ത് അന്ന അയക്കാതായി. അത്രയും കാലം അവൾ കത്തുകൾ എഴുതിയിട്ട് ഒരു മറുപടി പോലും അയക്കാതിരുന്ന ഫ്രെഡി ഇപ്പോൾ അവളുടെ കത്തിനായി വെയിറ്റ് ചെയ്യുകയാണ്. അവൻ ആകെ നിരാശയോടെ അകത്തേക്ക് ചെല്ലുന്നു. ആകെ തകർന്നു പോയ അവൻ അവിടെ ചുറ്റും അവളെ തിരയുന്നുണ്ട്. അവൾ അവിടെ എവിടെയോ ഉണ്ടെന്ന് അവനറിയാം. പക്ഷെ തന്റെ മുന്നിൽ അവൾ വരുന്നില്ല. തനിക്ക് അവൾ തന്റെ ശിക്ഷയാണ് അതെന്ന് അവന് നല്ലപോലെ അറിയാം. അന്ന എന്ന് അവൻ അലറി വിളിക്കുന്നു. നിനക്ക് എന്നെ കേൾക്കാൻ കഴിയുന്നുണ്ടെന്ന്. എന്നോട് ഒരു വട്ടം കൂടി ഒന്ന് സംസാരിക്കണ്ട എന്ന് അവൻ കരഞ്ഞ് അപേക്ഷിക്കുകയാണ്. എത്ര നാളായി ഇങ്ങനെ?
എന്നോട് എന്തെങ്കിലും ഒന്ന് സംസാരിക്കാൻ അവൻ ചോദിക്കുകയാണ്. എല്ലാം എന്റെ തെറ്റാണെന്ന് പറഞ്ഞ് അവൻ അവന്റെ തലയിലടിക്കുന്നു. എന്നോടൊന്ന് ക്ഷമിച്ചൊന്ന് പറയാൻ അവൻ അവിടെ നിന്ന് പറയുന്നുണ്ട്. അവൻ അവിടെ തളർന്ന് നിലത്ത് കിടന്ന് കരയുകയാണ്. അപ്പോഴാണ് കാണിക്കുന്നത് ആ തറയുടെ അടിയിലായി അന്ന കിടക്കുന്നു. അവളെല്ലാം കേൾക്കുന്നുണ്ട്. അവളും കരയുകയാണ്. പക്ഷേ ഒരു മറുപടി പോലും അവൾ അവന് കൊടുക്കുന്നില്ല. അവർ രണ്ടുപേരും അവിടെ കിടന്ന് കരയുകയാണ്. ഈ ഒരു സീനോടെ ഫീനിക്സ് എന്ന ഹൊറർ സിനിമ ഇവിടെ അവസാനിക്കുകയാണ്. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അടുത്തൊരു നല്ല സിനിമയുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ.